കഴിഞ്ഞ ദിവസം ഹെബ്ബെ ഫാൾസിലെ മനോഹരമായ വിഷ്വൽസും കണ്ട് നമ്മൾ അവിടെ നിന്ന് നല്ലൊരു ഓഫ് റോഡും എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് സെഡ് പോയിന്റ് എന്ന ട്രെക്കിംഗ് പോയിന്റിലേക്കാണ് കേട്ടോ. ഹെബ്ബെ ഫാൾസിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ നമ്മൾ കെമ്മൻകുണ്ടി ഭാഗത്തേക്ക് പോയാൽ സെഡ് പോയിന്റിലേക്ക് എത്താൻ പറ്റും. ഹെബ്ബെ ഫാൾസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തില്ലേ, അവിടെ ചെന്ന് നമ്മൾ വണ്ടി എടുത്ത് നേരെ മുകളിലേക്ക് വിട്ടു. ഇനി ഒരു അരമണിക്കൂർ നമ്മുടെ കാറിൽ യാത്ര. അവിടെ പോയിട്ട് 3 കിലോമീറ്റർ മുകളിലേക്കും 3 കിലോമീറ്റർ താഴത്തേക്കും ട്രെക്ക് ചെയ്യണമെന്നാണ് അറിഞ്ഞത്. എന്തായാലും ശരി, എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളുടെ പോക്ക്. അങ്ങനെ കയറി നമ്മൾ മുകളിലെത്തി. മുകളിലേക്ക് പോകുന്തോറും കാഴ്ചകളെല്ലാം നല്ല മനോഹരമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈഡ് കൊക്കി, ഒരു സൈഡ് മലയാണല്ലോ. ഇത് വണ്ടി പാർക്കിംഗ് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ്. അതിൻ്റെ സൈഡിൽ ഒരു പിങ്ക് കളർ പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ആ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് വലിച്ചു നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വണ്ടി നിർത്താൻ പറ്റാത്തത് കൊണ്ട് വലിച്ചില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി നിർത്തി നമ്മൾ സെഡ് പോയിന്റിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ സെഡ് പോയിന്റിലെ ട്രെക്കിങ്ങിന് പോവാണ്. പക്ഷെ ആക്ച്വലി 4:30 വരെ എൻട്രി ഉള്ളൂ. സമയം നമ്മൾ വരുമ്പോൾ കുറച്ച് ലേറ്റ്, 5:30 ആക്ച്വലി 4:30 വരെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ എന്തായാലും പെർമിഷൻ ചോദിച്ചാൽ കുറച്ച് ദൂരം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. മുഴുവനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്തായാലും ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു അരമണിക്കൂർ ട്രക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് വരുന്നവർ 4:30 ആകുമ്പോഴേക്കും മാക്സിമം വരാൻ ശ്രമിക്കാം. ഗൈസ്, ഇങ്ങനെയാണ് നമ്മുടെ വ്യൂ വന്നിട്ട്. നമ്മുടെ കാട്ടിലൂടെ ഉള്ള വഴിയാണ്. ചിലപ്പോൾ അറ്റാക്ക് ഉണ്ടാവും. അത് ഇരുട്ടായ പോലെ തോന്നാണോ? അല്ല, കൂളിംഗ് ഗ്ലാസ് ഇട്ടപ്പോൾ തോന്നണം ഇരുട്ടായ പോലെ ഉണ്ട്. വെച്ചാൽ കാടാണ്. ഇങ്ങനത്തെ വഴി കൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. ചളിയെല്ലാം ചോട്ടുണ്ട്. അപ്പുക്കുട്ടൻ നല്ല തണുപ്പുണ്ട്. ഇല്ലാത്ത അതിൽ കൂടെ പോകുമ്പോൾ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ കാടിൻ്റെ ഭംഗി ഒരു ഭീകരതയായി മാറി. എന്താണെന്ന് വെച്ചാൽ കാടിൻ്റെ ഉള്ളിലെ കുരങ്ങൻ്റെ ശബ്ദവും ചീവീടിൻ്റെ ശബ്ദവും അല്ലാതെ വേറെ ഒന്നും കേൾക്കുന്നില്ല. രണ്ട് സൈഡ് നോക്കിയാൽ നമുക്ക് അന്തമില്ലാതെ ചുറ്റും കാട് മാത്രം. ഇങ്ങനെയാണ് നമ്മളിത് കൂടെ നടക്കേണ്ടത്. നമ്മൾക്ക് റോഡ് മേലെ കാട്, ഇപ്പുറത്ത് കാട്. വേഗം നടന്നോ പോ. അറ്റമില്ലാത്ത വഴിയിലൂടെ ഉള്ളിലൂടെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ പേടിയൊക്കെ തോന്നി. ആരെയും കാണാനില്ല. കുറച്ച് ദൂരം പോയപ്പോൾ കുറച്ച് ആളുകൾ തിരിച്ച് നടക്കുന്നത് കണ്ടു. അവരെല്ലാം ട്രക്കിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. ഞങ്ങൾ 3 പേരല്ലാതെ വേറെ ആരും അങ്ങോട്ട് നടക്കാനില്ല. അപ്പോൾ അതോർത്തപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. സെഡ് പോയിന്റ് കൂടുതലും ഈ സൺസെറ്റിനാണ് ഫേമസ് ആയിട്ടുള്ളത്. ഒത്തിരി ആൾക്കാർ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് പോവാറുള്ളത്. പിന്നെ കുറേ ദൂരം കൂടെ ഉള്ളിലോട്ട് നടന്നപ്പോൾ വഴി കുറച്ച് ചെറുതായ പോലെ തോന്നി. കാട് കുറച്ചും കൂടെ അടുത്തടുത്ത് വരുന്ന പോലെ ഉണ്ട്. ഇത് കാടാണോ മലയാണോ എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ സംശയമുണ്ട്. അതുമാത്രമല്ല ചില സ്ഥലങ്ങളിലൊക്കെ നനവുള്ളത് കൊണ്ട് അട്ടയുണ്ടോ എന്നുള്ള പേടിയും ഉണ്ട്. അങ്ങ് ദൂരെ ഒരു മല കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ വഴി എവിടെ ചെന്ന് അവസാനിക്കുന്നത് ഞങ്ങൾക്കൊരു നിശ്ചയമില്ല. നിശ്ചയമില്ലാത്ത വഴി കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് അപ്പുറവും ഇപ്പുറവും ഒക്കെ നോക്കിയിട്ട് സൂക്ഷിച്ച് നടക്കണം. എപ്പോഴാ ഒരു പുലിയോ ആനയോ ഒക്കെ മുമ്പിൽ വന്ന് നിൽക്കുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ വെള്ളമാണ് നോക്കിയിട്ട്. ജമ്പിച്ച് മെല്ലെ മെല്ലെ വഴക്കണ്ട. ഇതിൽ കൂടെ ഇത്ര സ്ഥലം ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ ഒരു 20 മിനിറ്റ് നടന്നിട്ട് നമ്മളിത് എവിടെയാണ് എത്തിയിരിക്കുന്നത്. ആൾക്കാരൊക്കെ അതാ ഈ കാണുന്ന അവിടേക്കാണ് എല്ലാവരും പോയിട്ട് സൺസെറ്റ് കാണുന്നത്. അവിടെയാണ് എല്ലാവരും പോണത്. പക്ഷേ അത്ര ദൂരം നമുക്ക് ക്ലൈംബ് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല. വഴികളൊക്കെ അത് എത്രയേ ഉള്ളൂ, ഗ്യാപ്പ്. ഇങ്ങനെയാണ് വഴി. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊക്കയാണ്. ഇതുണ്ടോ, ഇതുപോലത്തെ വഴിയാണ്. നമ്മൾ നല്ല റോഡ് പോലുള്ളതിൽ നിന്ന് വന്നിട്ട് നമ്മളിത് ചുരുങ്ങി ഇവിടം വരെ ആയി. അപ്പോൾ ഇനി നമ്മൾ അവിടേക്ക് അങ്ങോട്ട് സേഫല്ല. ഇത് സൺസെറ്റൊക്കെ ആയിക്കഴിഞ്ഞു. നല്ല ഭംഗിയുള്ള വ്യൂ ആണിപ്പോൾ. തിരിച്ച് നടക്കാല്ലേട്ടാ? പിന്നെ ഒന്നും കണ്ണു കാണില്ല, സേഫ് അല്ല. അതുകൊണ്ടാണ്.
വള്ളുണ്ടല്ലോ ആ സൈഡ് ഇങ്ങനെ കിടക്കുന്നു. ഈ പീസ് ഇപ്പൊ ഫൈനല് കിട്ടി. ഇപ്പം തന്നെ നല്ല ഡാർക്ക് പോലെ ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ തിരിച്ച് നടന്നു. സമയം ഇപ്പോൾ 6:05. നമ്മൾ 5:40 വരെ നടന്നു. അത് തിരിച്ച് നടക്കണം. രണ്ടാളും ഇവിടെ വിസിലടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വിസിലൊക്കെ അടിക്കുന്നുണ്ട് കാട്ടിലൂടെ. എല്ലാവരും നല്ല വ്യൂ ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കെന്ത് നടക്കാൻ പറ്റിയില്ല. പിന്നെ അവിടുത്തെ സ്ഥലവും അത്ര സേഫ് ആയിരുന്നില്ല. പകലാണെങ്കിൽ ഓക്കെ. ഇവിടെ എവിടെയോ വ്യൂ കണ്ടു എന്ന് പറഞ്ഞു. ഇതാണ് ആ സ്ഥലം. ഇവിടേക്കാണ് പോകേണ്ടിയിരുന്നത്. അതിന് പോകുന്ന ആൾക്കാരൊക്കെ കൂക്കുണ്ട്. അവിടെ ആൾക്കാരുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ ആൾക്കാർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നടന്ന് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചു ദൂരം നടക്കുമ്പോഴേക്കും നല്ലോണം കിതയ്ക്കാൻ തുടങ്ങി. പോകാൻ നല്ല ഇരുട്ടായിട്ട് വരുന്നു അല്ലേ? സമയം 6:05 ആയിട്ടുള്ളൂ. പക്ഷെ അതിന് അതെ സേഫ് അല്ല. ടോർച്ച് ഉണ്ടെങ്കിലും കുട്ടിനെ കൊണ്ടൊക്കെ വരുമ്പോ സൂക്ഷിക്കണം. അതെ കാട്, ഇവിടെയും കാട്, നടുവിൽ വഴി. പിന്നെ കാണാണ്ടായി വരുന്നു. ഡാർക്കായിട്ട് വരുന്നു. ലാസ്റ്റത്തെ 10 മിനിറ്റ് നടത്താൻ ഞങ്ങൾ നല്ലപോലെ ടെൻഷൻ അടിച്ചിട്ടാണ് നടന്നത്. മുമ്പിൽ ഒരു ആനയോ കുറുക്കനോ വല്ലതും പാമ്പ് പോലും വന്ന് കിടന്നപ്പോൾ നമ്മൾ അറിയില്ല. അത്രയും ഡാർക്കായിട്ടുണ്ട്. ടോർച്ചിന്റെ വെളിച്ചത്തിൽ നമ്മുടെ കൺമുന്നിൽ സാധനം മാത്രമേ കാണുള്ളൂ. 2 സൈഡും കാടായതുകൊണ്ട് അടുത്ത് എന്താ നിൽക്കണമെന്ന് പോലും മനസ്സിലാവുന്നില്ല. എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഗേറ്റിന്റെ അവിടെ എത്തിച്ചേർന്നു എന്ന് തന്നെ അറിയാം. മുകളിൽ കയറി പോയതാണെങ്കിൽ ഉറപ്പായിട്ടും പെട്ടേനെ. നമ്മൾ നടന്നു വന്ന വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. സമയം 6:15 ആയിട്ടുള്ളൂ. നല്ല ഇട്ടായി. ഇതുപോലെയാണ്. നടന്ന് ക്ഷീണിച്ച് വെളിയിലെത്തിയപ്പോൾ അവിടെ ഒരു നാരങ്ങ വെള്ളം പോലും ഉണ്ടായിരുന്നില്ല ഗൈസ്. കാറിനടുത്ത് ഓടിയെത്തി വെള്ളം കുടിക്കാൻ വന്നപ്പോഴാണ് ഒരു അമേസിംഗ് ആയിട്ടുള്ള വ്യൂ കണ്ടത്. മലയുടെ അടിവാരത്ത് കത്തി നിൽക്കുന്ന ലൈറ്റുകൾ ഒരു അപാര വ്യൂ ആയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് താഴത്തേക്ക് പുറപ്പെട്ടു. ഹൊറർ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് എനിക്ക് ഓർമ്മ വന്ന ആ ചീവീഡിയോകളുടെ ശബ്ദം കേട്ടിട്ട്. പേടി തോന്നിയ ആ രാത്രിയിൽ ഞങ്ങൾ വീണ്ടും തിരിച്ചിറങ്ങി പോവുകയാണ് താഴത്തേക്ക്. ഇവിടെ നിന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് 1.5 മണിക്കൂർ യാത്രയുണ്ട്. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ അവിടെ ഗൂഗിൾ മാപ്പും ഒന്നും വർക്ക് ചെയ്യില്ല. ആരോടെങ്കിലും വഴി ചോദിക്കാന്ന് വെച്ചാൽ അവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. ഒരു ആനയെങ്കിലും വന്ന് നിന്നതാണെങ്കിൽ ഒന്ന് വഴി ചോദിക്കായിരുന്നു. പക്ഷെ ആരെയും കണ്ടില്ല. മുന്നിൽ കണ്ട വഴിയിലൂടെ കുറേ ദൂരം പോയപ്പോഴാണ് കുറെ വണ്ടികളൊക്കെ നമ്മൾ കണ്ണിൽപ്പെട്ടത്. പിന്നെ ആ വണ്ടികളുടെ പിന്നാലെ വെച്ച് പിടിപ്പിച്ചു. എന്തായാലും മുന്നിൽ കുറെ വണ്ടികൾ ഉണ്ടല്ലോ. ഫോണിൽ സിഗ്നലും ഇല്ല, സൈഡിൽ കടകളും ഇല്ല. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ഒരു വഴിയും ഇല്ല. ഹോട്ടലെത്തിയിട്ട് സമാധാനത്തിൽ ഭക്ഷണം ഓർഡർ കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇനി ഹോട്ടൽ എത്താനുള്ള കാത്തിരിപ്പിലാണ്. കയറിയ ഉടനെ നീല വെളിച്ചം നിറഞ്ഞ ഞങ്ങളുടെ റൂം നല്ല ഭംഗിയായി തോന്നി. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു.
ഇന്ന് പോയ എല്ലാ സ്ഥലത്തിലും കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അവിടെയൊന്നും ഒരു പരാതിയും പറയാതെ ഞങ്ങളെ കൂടെ നടന്ന ഞങ്ങളുടെ സൂപ്പർ അപ്പുക്കുട്ടന് കുറച്ച് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബർഗറും പിന്നെ ഒരു ചിക്കൻ റോളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ശേഷം ഞങ്ങളും ഒരു ബിരിയാണിയും തട്ടി അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ അപ്പു പെട്ടെന്ന് ഉറങ്ങി. പിന്നെ വൈകാതെ ഞങ്ങളും ഉറങ്ങി. നാളെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഹൈദരാബാദിലേക്ക്. അതുകൊണ്ട് ചെറിയൊരു വിഷമത്തോടെയാണ് ഉറങ്ങിയത്. എന്നിട്ട് വീഡിയോക്ക് ഒരു 10 ലൈക്ക് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.